AICC സമ്മേളനത്തിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. ഇന്ന് ചേർന്ന വിശാല പ്രവർത്തക സമിതി യോഗം കോൺഗ്രസിന്റെ അടിത്തറ ശക്തമാക്കാനുള്ള സുപ്രധാന തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകും. സമ്മേളനത്തിൽ രേവന്ത് റെഡ്ഡി തെലങ്കാന മാതൃക അവതരിപ്പിക്കും. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ് ദാസ്, ഗുഡ് മോർണിംഗ്. ഈ തെലങ്കാന മാതൃക എന്ന് പറയുന്നതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അനൂപ്? അതായത് തെലങ്കാനയിലെ കഴിഞ്ഞ കുറച്ചധികം കാലമായി സംസ്ഥാന വിഭജനത്തിന് ശേഷം, ആന്ധ്ര വിഭജനത്തിന് ശേഷം കോൺഗ്രസ് നന്നായിട്ട് പിന്നാക്കം പോയിരുന്നു. ആന്ധ്രയിൽ തീരെ ഇല്ലാതായിപ്പോയി, തെലങ്കാനയിൽ പിടിച്ചു നിന്ന്, പക്ഷേ സീറ്റുകളൊക്കെ തീരെ കുറവായിരുന്നു. പക്ഷേ അവിടെ നിന്ന് പാർട്ടിയെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് സംസ്ഥാനത്താകമാനം വലിയ മുന്നേറ്റം ഉണ്ടാക്കി. ഇപ്പോൾ കോൺഗ്രസ് അജയ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഏതാണ്ട് 18,000 കോടി രൂപയുടെ വായ്പയാണ് എഴുതി തള്ളിയത്. അത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. മാത്രമല്ല, മുന്നോട്ട് വെച്ച 6 വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കി സർക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്താകമാനം സമാനമായ മാതൃകയിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്താനും ഭരിക്കുന്ന ഇടങ്ങളിൽ ആ മാതൃക നടപ്പിലാക്കാനും ഭരിക്കാൻ സാധ്യതയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുമുള്ള ഒരു കാര്യമാണ് രേവന്ത് റെഡ്ഡി അവതരിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും ഇവിടെയാണ് ഈ അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ സ്മാരക മന്ദിരത്തിന് തൊട്ടടുത്തുള്ള ഈ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് പ്രവർത്തക സമിതി യോഗം ചേരുക. എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കൂടി കാണാൻ പറ്റും. ഇതാ ഈ സ്ഥലത്താണ് വിശാല പ്രവർത്തക സമിതി യോഗം ചേരാൻ പോകുന്നത്. 169 പ്രതിനിധികൾ ഇവിടെ പങ്കെടുക്കും. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഒപ്പം തന്നെ സോണിയാഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രവർത്തക സമിതി യോഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ നിയന്ത്രിക്കും. രേവന്ത് റെഡ്ഡിയെ പോലെ തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട നേതാക്കളും ഇവിടെ സംസാരിക്കുകയും ചെയ്യും. എന്നിട്ട് DCCകൾക്ക് കൂടുതൽ കരുത്ത് പകരുന്ന, കൂടുതൽ അധികാരം നൽകുന്ന തീരുമാനങ്ങളിലേക്കാണ് പ്രധാനമായിട്ട് പോവുക.